കേരളത്തിൽ ചാവേർ ബോംബാക്രമണത്തിന് പദ്ധതിയിട്ടതിന് NIA കോടതി 10 വർഷത്തെ തടവിന് ശിക്ഷിച്ച റിയാസ് അബൂബക്കറിന്റെ അപ്പീലിൽ ഹൈക്കോടതി വിധി ഇന്ന്. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ റിയാസ് 2018 അറസ്റ്റിലായത്. ഭീകരസംഘടനയായ IS-ന്റെ ഘടകം കേരളത്തിൽ ഉണ്ടാക്കാനും അതുവഴി സ്ഫോടനങ്ങൾ നടത്താനും പദ്ധതിയിട്ടു എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ശ്രീലങ്കൻ സ്ഫോടന പരമ്പരയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് കേരളത്തിലും ചാവേർ പരമ്പരയ്ക്ക് പദ്ധതിയിട്ടിരുന്നുവെന്ന് ആണ് കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത്. നവമി ദിനേശാണ് വിവരങ്ങളുമായി ചേരുന്നത്. നവമി, എന്താണ് ഇന്ന് കേസ് കോടതിയിലേക്ക് എത്തുമ്പോൾ വിധി പ്രതീക്ഷിക്കേണ്ടത്? വിവരങ്ങൾ. അശ്വതി, പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ റിയാസ് അബൂബക്കർ ഇയാൾ കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നു എന്നതായിരുന്നു ഇയാൾക്കെതിരെ NIA കണ്ടെത്തിയ കുറ്റം. IS-നെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് ഇയാൾ IS-ലേക്ക് ചേരുകയും കേരളത്തിൽ ഒരു സ്ഫോടനം നടത്താൻ അയാൾ ശ്രമിച്ചു എന്നതടക്കമുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കിക്കൊണ്ടായിരുന്നു NIA ഇയാൾക്കെതിരെ കൃത്യമായിട്ടുള്ള കുറ്റം കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ 10 വർഷം കഠിന തടവ് കൊച്ചി NIA കോടതി വിധിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനെതിരെ ഈ റിയാസ് അബൂബക്കർ ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. തനിക്കെതിരായിട്ടുള്ള ഈ കുറ്റം അത് റദ്ദാക്കി തന്നെ കുറ്റമുക്തനാക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു റിയാസ് അബൂബക്കർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്നായിരിക്കും ആ ഹർജി കോടതി പരിഗണിക്കുക. NIA കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ കൃത്യമായി കോടതിയെ ബോധിപ്പിക്കുവാൻ അന്വേഷണ സംഘത്തിന് കഴിയുകയും ചെയ്തു. ഇതൊക്കെ കൃത്യമായിട്ടുള്ള വാദം കഴിഞ്ഞ ദിവസങ്ങൾ നടക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉച്ചയോടുകൂടി വിധി ഉണ്ടാകുക. എന്തായിരിക്കും കൊച്ചി NIA കോടതി കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം ശരിവെക്കുകയാണോ ഹൈക്കോടതി എന്ന് ഇന്ന് അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ 10 വർഷം തടവ് അതങ്ങനെ തന്നെ പോകട്ടെ, അതോ ഈ റിയാസ് അബൂബക്കർ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന തരത്തിലാണോ ഹൈക്കോടതിയുടെ നിഗമനം എന്ന് നമുക്ക് ഇന്ന് അറിയാൻ സാധിക്കും. അശ്വതി.